ആ ഒരു കോൾഡ് സ്റ്റോർ ഇവിടെ പണിത് എന്നുള്ളൊരു തെറ്റ് ഞങ്ങൾ ചെയ്തു പോയി. വ്യവസായ സൗഹൃദ അന്തരീക്ഷമല്ല കേരളത്തിൽ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അത് മാറ്റുകയാണ്. തീർച്ചയായിട്ടും എനിക്ക് കിട്ടിയ കാര്യം ഞാൻ തിരിച്ചു പറയണമല്ലോ. ഞങ്ങൾ ചെയ്തൊരു അബദ്ധമാണോ ഇത്? കോർട്ട് ഓർഡർ കൊണ്ട് മാത്രം ജീവിച്ചു പോകാനുള്ള അവസ്ഥ കേരളത്തിലില്ല. ഒരു ഇൻ്റർനാഷണൽ ഫെസിലിറ്റി മൊത്തം തന്നെ നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഇവിടുന്ന് പാൻ ഇന്ത്യ വഴി നമുക്ക് മൊത്തം രാജ്യത്തു നിന്ന് പല രാജ്യങ്ങളിൽ നിന്നുള്ള യൂറോപ്യൻസ്, ഏഷ്യ, ലൈക്ക് ഇറാനുള്ള കൺട്രികളിൽ നിന്നുള്ള ഞങ്ങളുടെ ഗസ് സപ്ലൈസ് വന്നു. ഇവിടെ $3 million പ്രോജക്റ്റാണ്. ഓൾമോസ്റ്റ് 400 crore വരുന്ന ഒരു ഇൻ്റർനാഷണൽ മറുനാടൻ മലയാളിയാണ് ഈ ന്യൂസ് ജനങ്ങളിലേക്ക് എത്തിച്ചത്. മാധ്യമ ധർമ്മം എന്ന് പറയണത് ഞാൻ വിശ്വസിക്കുന്നു ഇതായിരിക്കണം. നമസ്കാരം. കഴിഞ്ഞ മാർച്ചിൽ മറുനാടൻ ഒരു വാർത്ത പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചിരുന്നു. ഒരു വ്യവസായിക്ക് സംരംഭം തുടങ്ങാൻ കഴിയുന്നില്ല എന്നതായിരുന്നു ആ ഒരു വാർത്ത. മരടുള്ള ഏതൻ ഫുഡ്സ് എന്ന കമ്പനിയുടെ മുന്നിൽ INTUCയുടെ വലിയൊരു സമരം നടക്കുകയായിരുന്നു. വലിയ ബുദ്ധിമുട്ടാണ് അദ്ദേഹം നേരിട്ടത്. വാർത്ത വന്നതിന് പിന്നീട് അദ്ദേഹത്തിൻ്റെ വ്യവസായത്തിൻ്റെ ആ ഒരു മുഖച്ഛായ തന്നെ മാറിയിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ കൂടെ ഉടമ ഖമറുദ്ദീൻ ചേരുകയാണ്. ഖമറുദ്ദീൻ, അതിന് ശേഷം എന്താണ് സംഭവിച്ചത്? ഇപ്പോഴെന്താണ് നിങ്ങളുടെ ഒരു സന്തോഷം? തീർച്ചയായിട്ടും അന്നൊരു സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യം സംഭവിച്ചു അന്ന്. പക്ഷെ അന്നുണ്ടായ വാർത്തയ്ക്ക് ശേഷം തീർച്ചയായിട്ടും കേരളത്തിലും അതുപോലെ ഗൾഫിലേക്കുള്ള ഒരുപാട് എന്താ പറയുക മലയാളി സുഹൃത്തുക്കളും മറ്റുള്ള എല്ലാ സുഹൃത്തുക്കളും നല്ല രീതിയിൽ സപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഗവൺമെൻറ്റും എല്ലാവരും ആ ഒരു വാർത്ത കണ്ട ശേഷം എന്നെ വിളിക്കുകയും എല്ലാ രീതിയിലും സപ്പോർട്ടും ചെയ്തു തന്നു. തീർച്ചയായിട്ടും അതിൽ ആരൊക്കെയാണോ അന്ന് വന്ന് ചെറിയൊരു പ്രശ്നം നടത്തിയത് അവരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എനിക്ക് തന്നിട്ടുള്ളത്. ലൈക്ക് അവരെല്ലാ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം സംസ്ഥാന പ്രസിഡൻറ്റ്, ജില്ലാ പ്രസിഡൻറ്റ് ഉള്ളവരൊക്കെ തന്നെ വന്നു, ഞങ്ങൾ സ്റ്റോറൊക്കെ വിസിറ്റ് ചെയ്തു. നല്ല രീതിയിലുള്ള സപ്പോർട്ടും നല്ല എന്താ പറയുക ഒരുപാട് ആശംസകൾ നേർന്നായിരുന്നു. ഇന്ന് ഈ ഏതൻ ഫുഡ്സിൻ്റെ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം ചെയ്തത് എറണാകുളം MP ഹൈബി ഈഡനാണ്. ഒപ്പം INTUCയുടെ ഡിസ്ട്രിക്ട് പ്രസിഡൻറ്റും ഒക്കെ സന്നിഹിതരായിരുന്നു. ഇന്നത്തെ സന്തോഷം എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ അന്നൊരു മെസ്സേജ് പറഞ്ഞിരുന്നെങ്കിലും അത് ഞാൻ തിരുത്താൻ തയ്യാറാണ്. കാരണം തീർച്ചയായിട്ടും അന്ന് അറിഞ്ഞത് പ്രകാരം നമ്മുടെ ഗവൺമെൻറ്റും അതിൻ്റെ ഭരണകൂടങ്ങളൊക്കെ തന്നെ ആ ഒരു പഴയ ഒരു രീതിയല്ല. തീർച്ചയായിട്ടും എന്നിൽ കൂടെ നിന്നു. ഒരുപാട് ആൾക്കാർ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തു. കാരണം ഇന്ന് നിങ്ങൾ കണ്ടല്ലോ, ഇത്രയും നല്ലൊരു ഫെസിലിറ്റി എനിക്കത് പൂർണ്ണമാക്കി അത് പൂർണ്ണതോതിൽ അത് ചെയ്യാൻ പറ്റി. അന്ന് ഖമർ പറഞ്ഞത് ഈ ഒരു വ്യവസായ സൗഹൃദ അന്തരീക്ഷമല്ല കേരളത്തിൽ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അത് മാറ്റുകയാണ്. തീർച്ചയായിട്ടും. കാരണം അത് അന്നത്തെ വാർത്തയ്ക്ക് ശേഷം നമ്മുടെ ഭരണകൂടങ്ങളായ എല്ലാവരും തന്നെ നമുക്ക് രാഷ്ട്രീയം മറന്ന് കൂടെ ഉണ്ടായിരുന്നു. അപ്പം തീർച്ചയായിട്ടും എനിക്ക് കിട്ടിയ കാര്യം ഞാൻ തിരിച്ചു പറയണമല്ലോ. തീർച്ചയായിട്ടും നല്ല രീതിയിൽ സപ്പോർട്ട് തന്നു. ഇനിയുള്ള ഫ്യൂച്ചർ പ്രോജക്ട്സിനും അവർ സപ്പോർട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ പ്രോഗ്രാം എന്താ? ഇന്നത്തെ പ്രോഗ്രാം നമ്മുടെ ഇന്ന് ഞങ്ങളുടെ വിദേശത്തുള്ള 25ഓളം സപ്ലൈസ്, രാജ്യത്തു നിന്ന് പല രാജ്യങ്ങളിൽ നിന്നുള്ള യൂറോപ്യൻസ്, ഏഷ്യ, ലൈക്ക് ഇറാനുള്ള കൺട്രികളിൽ നിന്നുള്ള ഞങ്ങളുടെ ഗസ് സപ്ലൈസ് വന്നു ഇവിടെ. സോ അവരെല്ലാം തന്നെ നമ്മുടെ ഇവിടുത്തെ ഫെസിലിറ്റിയും ഗവൺമെൻറ് എല്ലാ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അതുകൂടാതെ ഞങ്ങൾ ഒരു പുതിയൊരു പ്രോജക്റ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആ പ്രോജക്റ്റ് അനൗൺസ് ചെയ്യാൻ ഞങ്ങൾ സത്യം പറഞ്ഞാൽ അന്നത്തെ ഒരു പ്രശ്നത്തിന് ശേഷം ഞങ്ങൾ ആ പ്രോജക്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തിരുന്നു. ആ പ്രോജക്റ്റ് ഞങ്ങളുടെ ഒരു ഏഡൻ ഫ്രൂട്ട്സ് പാർക്ക് എന്നുള്ള $50 million പ്രോജക്റ്റാണ്. ഓൾമോസ്റ്റ് 400 crore വരുന്ന ഒരു ഇൻ്റർനാഷണൽ ഫെസിലിറ്റി മൊത്തം തന്നെ നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഇവിടുന്ന് പാൻ ഇന്ത്യ വഴി നമുക്ക് മൊത്തം ഒരു സപ്ലൈ ചെയിൻ ചെയ്യാനുള്ള പ്ലാനായിരുന്നു. ജ്യൂസ് ഫാക്ടറി എല്ലാം കൂടി ഒരുങ്ങുള്ളത്. അപ്പം അന്നത്തെ ഒരു പ്രശ്നത്തോടുകൂടി ഞങ്ങളത് പിന്മാറി നിൽക്കുകയായിരുന്നു. ബട്ട് അതിനുശേഷം കിട്ടിയ സന്തോഷം എന്ന് പറയുക സമ്പൂർണ്ണ സപ്പോർട്ട് കാരണം ഞങ്ങളത് ഇന്ന് ആ പ്രോജക്റ്റ് ഇവിടെ അനൗൺസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ എവിടെ തുടങ്ങാനാണ് ആഗ്രഹം? ഞങ്ങൾ എറണാകുളം ആലപ്പുഴ ജില്ലയിൽ നമുക്ക് പറ്റിയ ഒരു സ്ഥലം, ഇപ്പം ഒരു 5 ഏക്കറോളം സ്ഥലം വേണം. കാരണം ഇപ്പം വിഴിഞ്ഞം പോർട്ട് ഉൾപ്പെടെയുള്ള സാധ്യതകൾ ഒരുപാട് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു പ്രദേശം ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും നന്ദി പറയാം. തീർച്ചയായിട്ടും നന്ദി. ഏറ്റവും കൂടുതൽ നന്ദി എനിക്ക് പറയാനുള്ളത് മീഡിയാസിലെ നിങ്ങളാണ്. ശരിക്കും മറുനാടൻ മലയാളിയാണ് ഈ ന്യൂസ് ജനങ്ങളിലേക്ക് എത്തിച്ചത്. ഇന്ന് എനിക്ക് അതിലേറെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങളാണ് വീണ്ടും ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിലേറെ എനിക്കൊരുപാട്, കാരണം ആ ഒരു പ്രശ്നം നിങ്ങൾ വന്നു, നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു. അതിനൊരു സൽക്കർമ്മം നടക്കുന്ന സമയത്ത് നിങ്ങൾ വന്ന് ജനങ്ങളിലേക്ക് എത്തിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. മാധ്യമ ധർമ്മം എന്ന് പറയണത് ഞാൻ വിശ്വസിക്കുന്നു ഇതായിരിക്കണം. തീർച്ചയായിട്ടും ഖമർ പറയുന്ന പോലെ അന്നത്തെ ആ ഒരു പ്രശ്നം വാർത്തയായി പുറത്തെത്തിയതിന് ശേഷം
വലിയ പ്രതികരണമാണ് കമറിന് ഉണ്ടായത്. ഗവൺമെൻറ് അതോറിറ്റി എല്ലാം ബന്ധപ്പെട്ടു വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. ഇന്ന് ആ സമരം നടത്തിയ ആൾക്കാർ തന്നെ അതിൻ്റെ ജില്ലാ പ്രസിഡന്റ് തന്നെ ഇവിടെ സ്ഥലത്തെത്തി ഈ ഒരു കർമ്മത്തിൽ പങ്കുചേരുകയും ഒക്കെ ചെയ്തു. എന്തായാലും ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു പ്രശ്നം നിങ്ങൾ മനസ്സിൽ വെക്കാതെ ഗവൺമെൻറ്റിനോട് പറയുക, പരാതി പറയുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിനൊരു നീതി കിട്ടും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കമറും ഏതൻ ഫുഡ്സും. കൊച്ചിയിൽ നിന്നും അഭിഷങ്കറിനൊപ്പം ആർ പിയൂഷ്, മറുനാടൻ TV.